കലിപ്പൻ പോലീസിന്റെ മാലാക പെണ്ണ്. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ദേഹോപദ്രവം ഇപ്പൊ കൂടി വരുന്നുണ്ട് ACP. അവൾ മൂക്കിൻ തുമ്പൊഴിഞ്ഞുകൊണ്ട് അവനെ നോക്കി കണ്ണു കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവനതിനൊന്ന് ചിരിച്ചു. എവിടെ നോക്കട്ടെ? അവൻ അവളുടെ കൈ മൂക്കിൽ നിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് ചോദിച്ചു. മൂക്കിന്റെ അറ്റം ചുവന്നു പോയിട്ടുണ്ട്. അവൻ അവിടെ വന്ന് ചൂണ്ടുവിരൽ ഉപയോഗിച്ച് തൊട്ടു. അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അവളുടെ മൂക്കിലെ മൂക്കുത്തിക്കല്ല് അവന്റെ അധരങ്ങളെ മാടി വിളിക്കുന്ന പോലെ അവന് തോന്നി. അവൻ അവളെ നോക്കി കീഴിച്ചുകൊണ്ട് കടിച്ചുകൊണ്ടെന്ന് വശ്യമായി പുഞ്ചിരിച്ചു. ഈ ചിരി അത്ര പന്തിയല്ലല്ലോ ACP സാറേ. ഭദ്രാവിന്റെ അവലക്ഷണം പിടിച്ച് ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് സംശയത്തോടെ പറഞ്ഞു. ഞാനൊന്നിങ്ങനെ ചെറുങ്ങനെ കടിച്ചപ്പോഴേക്കും ഇതിങ്ങനെ ചുവന്നു വന്നല്ലോ ജാൻകി. അവൻ അവളുടെ നെറ്റിയിൽ അവന്റെ നെറ്റിയാലൊന്ന് മുട്ടിക്കൊണ്ട് പറഞ്ഞു. ചെറുങ്ങനെയോ? ഒരു ചോദ്യത്തോടെ അവൾ എത്തിക്കുത്തി അവന്റെ തോളിൽ തന്നെ ഒന്ന് ശക്തിയിൽ കടിച്ചു. അവനൊരു ചിരിയോടെ കണ്ണുകൾ അടച്ചുകൊണ്ട് അവളുടെ പിൻതലയിൽ കൈ ചേർത്തു. ഇപ്പൊ പറയും ചെറുങ്ങനെയാണെന്ന് നോക്കട്ടെ. അവൾ അവനെ വിട്ടകന്നുകൊണ്ട് അവൾ കടിച്ചെടുത്ത് കൈകൾ വെച്ച് ഒഴിഞ്ഞു കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞു. അവനൊരു ചിരിയോടെ അവളുമായി ഒന്ന് മറിഞ്ഞുകൊണ്ട് അവളെ തന്നെ മേളിൽ കയറ്റി കിടത്തി. അവൾ അവനെ നെഞ്ചിൽ താടി കുത്തി വെച്ച് അവനെ നോക്കി അങ്ങനെ കിടന്നു. അവനവളെ ഇടുപ്പിൽ പിടിച്ചു വലിച്ച് അവളെ കുറച്ചുകൂടി മുകളിലേക്ക് ഉയർത്തി കിടത്തി. ഇപ്പോൾ അവന്റെ താടിയുടെ നേരെയാണ് അവളുടെ തല. അവനവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് അവളെ നോക്കി കിടന്നു. അവൾ കൈകൾ ഉയർത്തി അവന്റെ നെറ്റിയിൽ നിന്ന് താഴേക്ക് വിരലുകൾ ഓടിച്ചു. അവൻ അവളുടെ മുഖത്ത് വിടരുന്ന ഓരോ ഭാവം കണ്ണുകളിലേക്ക് ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ്. മൂക്കിൽ നിന്നും താഴേക്ക് ചലിച്ച അവളുടെ ചൂണ്ടുവിരൽ അവന്റെ മീശയിലെത്തി നിന്നതും അവൾ അവയെ ചൂണ്ടുവിരൽ മാത്രം ഉപയോഗിച്ച് ഉയർത്തി വെച്ചു. അവിടെ നിന്ന് നേരിയ ചുവന്ന അവന്റെ അധരങ്ങളെ ലക്ഷ്യം വെച്ച് അവളുടെ ചൂണ്ടുവിരൽ ചലിച്ചതും ദേവൊന്നു മിനീരിറക്കിപ്പോയി. അവൾ അവന്റെ കണ്ണിലേക്ക് കണ്ണുകൾ ഉയർത്തിയൊന്ന് നോക്കി. ശേഷം ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവയെ ഒന്ന് തള്ളവിരൽ കൊണ്ട് അമർത്തി തഴുകി. അതിന്റെ ഫലമായി അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകിക്കൊണ്ടിരുന്നു. അവൾ അവന്റെ പിളർന്നു പോയ ചുണ്ടുകളിലേക്ക് നോക്കി. ശേഷം അല്പമൊന്നുയർന്ന് അവന്റെ കാതിനരികിലേക്ക് വലിഞ്ഞതും അവനവന്റെ കണ്ണുകൾ ഇറുക്കി മൂടുന്നതിനൊപ്പം അവളുടെ ഇടുപ്പിൽ രണ്ടു വശത്തുമായി വിശ്രമം കൊണ്ട തൻ്റെ കൈകളാൽ അവളെ മൊത്തമായി ഒന്ന് ചുറ്റി വരിഞ്ഞു. അവന്റെ കവിളിൽ ചേർത്ത് വെച്ചൊന്ന് ഉരസിയ ശേഷം അവളുടെ അധരങ്ങൾ അവന്റെ കാതിനരികിലെത്തി നിന്നു. ദേവാ. ചെവിത്തുമ്മിൽ നിന്ന് കടിച്ചുകൊണ്ട് അവൾ അവന്റെ നാമം ആദ്യമായി ഉച്ചരിച്ച നിമിഷം ആ നിമിഷം അവനിൽ സൃഷ്ടിച്ച വിസ്ഫോടനങ്ങൾ ചെറുതായിരുന്നില്ല. അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. കൈകൾ അവൾ ഇറുകെ ചുറ്റി വരിഞ്ഞു. അവന്റെ ശരീരത്തെ ചൂട് പിടിപ്പിച്ചുകൊണ്ട് രക്തം സിരകളിലൂടെ വേഗത്തിൽ പടർന്ന് കയറിക്കൊണ്ടിരുന്നു. ആദ്യമായി അവളുടെ നാവിൽ നിന്ന് ഉയർന്നു കേട്ട അവന്റെ പേര് അത് അവനിൽ ഇത്രയും മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായി. അവളിൽ നിന്ന് തൻ്റെ പേരെങ്ങനെയോ കേൾക്കാൻ ആഗ്രഹിച്ചത് അതുപോലെ തന്നെയാണ് അവൾ അവനെ അഭിസംബോധന ചെയ്തത്. അവളിൽ നിന്ന് പലപ്പോഴായി കേൾക്കാൻ ആഗ്രഹിച്ച ഒന്ന് അത് അവളായി തന്നെ അറിഞ്ഞു വിളിക്കണമെന്നത് അവന്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവളോടത് മുൻകൂട്ടി ആവശ്യപ്പെടാതിരുന്നു. താൻ കാത്തിരുന്ന നിമിഷത്തിന് തന്നെ മൊത്തമായി കീഴ്പ്പെടുത്തി കളയാൻ സാധിക്കുന്നത്രയും തീക്ഷ്ണതയും വശ്യതയും ഉണ്ടാവുമെന്ന് അവനൊരിക്കലും അറിഞ്ഞിരുന്നില്ല. ദേവാ. അവനിൽ നിന്ന് മറുപടി ഏതും കേൾക്കാതെയായതും അവൾ ഇടത് കൈ അവന്റെ വലത് കവിളിലേക്ക് ഇഴച്ച് ഒരിക്കൽ കൂടി അവന്റെ ചെവിത്തട്ടിലൊന്ന് കടിച്ചു വിട്ടുകൊണ്ട് ഒരു കുളിർ കാറ്റ് അവനെ തഴുകി ഉണർത്തും പോലെ അത്രയും ലോലമായി ഒന്ന് വിളിച്ചതും ദേവുള്ളാനെ ഒന്ന് വിറച്ചുകൊണ്ട് അവളിൽ അവന്റെ പിടുത്തം മുറുക്കി. ജാൻകി. അവൻ കണ്ണുകൾ തുറക്കാതെ അവളെ വിളിച്ചുകൊണ്ട് തന്റെ ചെവിയോരം അമർന്നിരിക്കുന്ന അവളുടെ തലയിലൂടെ വിരലോടിച്ചു. അവൾ അവന്റെ കവിളിൽ വിശ്രമം കൊള്ളുന്ന തന്റെ കൈകളെ അവന്റെ മുടിയിലേക്ക് കടത്തി. ഈ രാത്രി മുഴുവൻ എന്തൊക്കെയോ സംസാരിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് വൈ ആർ യു സോ സൈലന്റ് മിസ്റ്റർ ACP? അവൾ അവന്റെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് അവന്റെ കവിളിൽ കവിളുരുമിക്കൊണ്ട് ചോദിച്ചു. ആ ഒരു ചോദ്യമാണ് അവൾ തീർത്ത മാന്ത്രിക വലയത്തിനുള്ളിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്നത്. അവൻ തന്റെ മുടിയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന അവളുടെ കൈവിരലുകളിൽ പിടിച്ച് ആ കൈ തന്റെ കവിളിലേക്ക് ചേർത്തു വെച്ചു. ശേഷം അവൾ ഒറ്റമറിച്ചിൽ നിന്ന് താഴെയാക്കിക്കൊണ്ട് പറഞ്ഞു. ഏയ് പ്രിൻസസ്, ആർ യു ടീസിങ് മീ? അവനവളുടെ കണ്ണുകളിലേക്ക് നോട്ടമേത് വശ്യമാർന്ന ചിരിയോട് അവളുടെ മൂക്കിൽ മൂക്കുരുമ്മിക്കൊണ്ട് ചോദിച്ചു. അത് കേൾക്കെ അവൾ അവന്റെ കഴുത്തിലൂടെ അവനെ ചുറ്റിപ്പിടിച്ച് അവന്റെ വശ്യമാർന്ന കണ്ണുകളിലേക്കും അവിടെ നിന്നും തന്റെ ചുണ്ടുകളെ തൊട്ടില്ലെന്ന പോലെ നിൽക്കുന്ന ചുണ്ടുകളിലേക്കും മാറി മാറി നോക്കി.
വാട്ട് ഇഫ് ഐ സേ യെസ് മിസ്റ്റർ ACP? അവൾ അവൻ്റെ കണ്ണുകളിൽ തന്നെ മിഴികൾ പതിപ്പിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ ചുറ്റിയ കൈകൾ കുറച്ചുകൂടി അമർത്തിക്കൊണ്ട് അവനെ നോക്കി കുസൃതി ഭാവത്തിൽ ചോദിച്ചു, ഇത് നിനക്ക് നല്ലതിനല്ല ജാൻകി. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുവന്നു തൊടുത്ത ചുണ്ടുകളെ തൻ്റെ വിരലുകളാണെന്ന് കൂട്ടിപ്പിടിച്ചു. താനൊന്ന് ചേർത്ത് പിടിച്ചപ്പോൾ രക്തം ഇരച്ച് കയറി ചുവന്ന ചുണ്ടുകളെ നോക്കി ഒന്ന് ഉമിനീരിറക്കിപ്പോയി അവൻ. അവളുടെ ചുവന്നു തൊടുത്ത അധരങ്ങളെ ഒന്ന് അമർത്തി തടവിക്കൊണ്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. തൻ്റെ കണ്ണുമായി അത്രമേൽ കൊരുത്തു നിൽക്കുന്ന കണ്ണുകളെ കണ്ടതും അവൻ മുഖം കുനിച്ച് അവളുടെ കവിളോരമൊന്ന് കടിച്ചു വിട്ടു. വഞ്ഞിക്കുടുക്ക പോലെയുള്ള അവളുടെ കവിളുകൾ അവൻ അതിലൊന്ന് അമർത്തി കടിക്കാൻ പ്രേരിപ്പിച്ചുവെങ്കിലും അവൻ അതിന് മുതിരാതെ സ്വയം നിയന്ത്രിച്ചു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. കൈവിരലുകൾ അവൻ്റെ മുടിയിഴകളെ ഉലച്ചുകൊണ്ട് കോർത്തു പിടിച്ചു. അവൻ അവളിൽ നിന്ന് വിട്ടകന്നുകൊണ്ട് അവളുടെ കവിളിലേക്ക് നോക്കി. വട്ടത്തിൽ ചുവന്ന പാട് തീർത്ത കവിളിണയെ അവൻ തൻ്റെ തള്ളവിരൽ കൊണ്ട് നുഴിഞ്ഞു. ഇവിടെ ഈ ഒറ്റക്കൽ മൂക്കുത്തി മാറ്റി നമുക്ക് നിറയെ വെള്ളക്കല്ലുകൾ പതിപ്പിച്ച ഒരു പൂവിൻ്റെ മൂക്കുത്തി വെക്കണം. അവൻ അവളുടെ മൂക്കിൽ കിടക്കുന്ന മൂക്കുത്തിയിൽ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി കിടന്നു. ഐ ജസ്റ്റ് വാണ്ട് ടേസ്റ്റ് ദിസ്. അവൻ അവളുടെ കീഴ്ചുണ്ടിനെ താഴേക്ക് പിളർത്തിക്കൊണ്ട് പറഞ്ഞതും ഭദ്രാവൻ്റെ മുടികളിൽ പിടിച്ച് അവനെ തനിക്കരികിലേക്ക് വലിച്ചു. ഹു ഈസ് സ്റ്റോപ്പിംഗ് യു ഫ്രം ഡൂയിങ് ദാറ്റ്? അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു കൈ അവൻ്റെ കവിളിലേക്ക് ഇഴച്ചുകൊണ്ട് കാറ്റുപോലെ ചോദിച്ചു. അവളുടെ ആ നീക്കത്തിൽ തളർന്നു പോയവൻ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവളിലേക്ക് കുറച്ചുകൂടി അമർന്നു കിടന്നു. ഐ ആം ദി ഓൺലി വൺ ഹോൾഡിംഗ് ബാക്ക് ബിക്കോസ് വാട്ട് ഐ ഫീൽ ഫോർ യു ജസ്റ്റ് ടു റിയൽ. അവനവളുടെ കഴുത്തിലേക്ക് മുഖമടിപ്പിച്ച് മീശരോമങ്ങളാൽ അവളെ കുളിരണിയിച്ചുകൊണ്ട് അവനെ വലിഞ്ഞു മുറുക്കി. ശ്വാസം മുട്ടിക്കുന്ന വികാര തീവ്രതയെ നിയന്ത്രിക്കാൻ എന്നോണം മുരളുന്ന പോലെ പറഞ്ഞതും ഭദ്രാവൻ്റെ മുടിഴകളെ കോർത്ത് വലിച്ചുകൊണ്ട് അവയെ താലോലിച്ചുകൊണ്ടിരുന്നു. പ്രിൻസസ്, ഹോൾഡ് മീ ക്ലോസർ. അവൻ അവളോട് മുരണ്ടുകൊണ്ട് അവളുടെ അല്പം മയഞ്ഞു കിടന്ന ചുരിദാറിനിടയിലൂടെ കൈകൾ കടത്തിക്കൊണ്ട് അവളുടെ നഗ്നമാർന്ന ഉടലിനെ തഴുകി ഉണർത്തി. ദേവാ. അവൾ നേറി വന്നിരക്കിയതപ്പോടെ അവനെ വിളിച്ചുകൊണ്ട് അവൻ്റെ പിൻതലയിൽ പിടിമുറുക്കിയ ശേഷം മറുകൈ കൊണ്ട് അവൻ്റെ പുറത്തുകൂടെ വിരലുകളാൽ ചിത്രം രചിച്ചുകൊണ്ടിരുന്നു. അവളുടെ ആവശ്യമാർന്ന വിളിയിൽ അവളുടെ ശരീരത്തിൻ്റെ മാർദ്ദവ രുചിച്ചുകൊണ്ടിരുന്ന അവൻ്റെ കൈകൾ അത്രമേൽ ശക്തിയോടെ അവളുടെ നഗ്നമാർന്ന ഇടുപ്പിൽ ഒരു പഞ്ഞി മെത്തയിലെന്ന പോലെ അമർന്നു. Don't call me princess. Make me feel it without saying a word. അവൻ്റെ കൈകൾ അവളുടെ നഗ്നമാർന്ന ഇടുപ്പിലും വയറിലും പരതി നടക്കുമ്പോൾ അവൻ്റെ മീശരോമങ്ങളെ അവളുടെ കഴുത്തിലെ പച്ച ഞരമ്പിൽ ഇഴയാൻ അനുവദിച്ചുകൊണ്ട് അവൻ കുതിച്ചുയരുന്ന വികാരത്തടക്കാൻ ശ്രമിച്ചെന്നോണം അവളോട് പറഞ്ഞു. ചൂട് പിടിച്ചുയരുന്ന അവൻ്റെ ശരീരത്തെ അവൾ തന്നിലേക്ക് ഇറുക്കി അണച്ചു. അവൻ്റെ കുതിച്ചുയരുന്ന ശരീരതാപം അവളിലേക്ക് ആളിക്കത്തുന്ന അഗ്നി കണക്കെ പടർന്നു കയറി. അതിൻ്റെ താപത്തിൽ അവൾ വെന്തുരുകിക്കൊണ്ടിരുന്നു. ആ മുറിയിൽ പരന്നൊഴുകുന്ന ഉഷ്ണത്തെ ശമിപ്പിക്കാൻ എന്ന പോലെ പുറത്തൊരു ഇടിമുഴക്കത്തോടെയുള്ള മഴയുടെ ആദ്യത്തുള്ളി ഭൂമിയുടെ ദാഹം ശമിപ്പിച്ചുകൊണ്ട് താഴേക്ക് പെയ്തിറങ്ങി. തുറന്നു കിടന്ന ജാലകങ്ങൾക്കിടയിലൂടെ മാരുതനും തൻ്റെ കുളിർ കാറ്റു പരത്തിക്കൊണ്ട് ആ മുറിയിലേക്ക് ഒഴുകിയിറങ്ങി. ഇതൊന്നും തന്നെ അവരറിയുന്നില്ല. അവരിരുവരുടെയും കൈകൾ പരസ്പരം എന്തൊക്കെയോ തേടിക്കൊണ്ടുള്ള അലച്ചിലാണ്. പഞ്ഞിക്കെട്ട് പോലുള്ള അവളുടെ ഉടലിൽ തേടിയതെന്തോ കണ്ടെത്താനാവാതെ അവൻ അവളുടെ ഇടുപ്പിൽ ഒന്ന് അമർത്തി നുള്ളിയതും അവൾ നീങ്ങി ഉയർന്നു. പ്രിൻസസ്, വേർ ഈസ് ഇറ്റ്? മുരളുന്ന പോലെ അവൻ്റെ ശബ്ദം അവളുടെ കാതിലേക്ക് വന്ന് പതിച്ചു. പക്ഷേ അത് അവളുടെ ചുണ്ടുകളെ കൂടുതൽ വിടർത്തുകയാണ് ചെയ്തത്. അവൾ തൻ്റെ കഴുത്തിൽ അരിച്ചിറങ്ങുന്ന അവൻ്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ്റെ ആ ലാസ്യഭാവത്താൽ ചുവന്ന് കലങ്ങിയ കണ്ണുകളിലേക്കൊന്ന് നോക്കി. അവൻ്റെ ചുണ്ടിനരിയിൽ ഒരു നിശ്വാസമകലെ അവളുടെ അത്തരങ്ങൾ വെച്ചുകൊണ്ട് വശ്യമാർന്ന ചിരിയോട് അവനോട് പറഞ്ഞു, ഫൈൻഡ് ഇറ്റ് യുവർ സെൽഫ് മിസ്റ്റർ ACP. തൻ്റെ ചുണ്ടിൽ വന്ന് തട്ടി അവളുടെ ആ ചൂട് പിടിച്ച ശ്വാസക്കാറ്റിൽ കണ്ണുകളൊന്ന് ഇറുകി അടച്ചുകൊണ്ടവൻ ഒരു തിരിയലിനെ അവളെ തൻ്റെ മുകളിലേക്ക് കിടത്തി. അവളൊരു ചിരിയോടെ അവനെ കഴുത്തിലൂടെ കൈ ചുറ്റിക്കൊണ്ട് അവനെ ഇറുകെ പുണർന്നു.
അവൻ്റെ കൈവിരലുകൾ ഇടുപ്പിന് താഴേക്ക് അരിച്ചിറങ്ങുന്നതറിഞ്ഞതും അവനെ അതിൽ നിന്ന് തടയാതെ അവൾ അവൻ്റെ നെഞ്ചിൽ ചിത്രം വരച്ചുകൊണ്ടിരുന്ന കൈവിരലുകളെ അവിടെ ആഴ്ത്തിക്കൊണ്ട് അവൻ്റെ കഴുത്തിലേക്കായി മുഖമൊളിപ്പിച്ചു. അവളുടെ മാർദ്ദവമാർന്ന മീനിൽ അധികം അലയാൻ അനുവദിക്കാതെ അവൻ തേടിയതെന്തോ അവൻ്റെ കൈവളയിൽ തടഞ്ഞതും വശ്യമാർന്ന ഒരു ചിരി അവൻ്റെ ചുണ്ടുകളിൽ സ്ഥാനം പിടിച്ചു. ഏയ്, at last I found it, my princess. I need this. I'm waiting for this. Shall I? അവനോട് കാതോരമൊന്ന് ഊതിക്കൊണ്ട് അവളോടായി പറഞ്ഞു. അവൾ ചിരിയോടെ അവൻ്റെ കഴുത്തിൽ ചെറുങ്ങനെയൊന്ന് പല്ലുകൾ അമർത്തി. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ഒരു കൈ അവളുടെ തലക്ക് പുറകിലേക്ക് വെച്ചത് മറുകയ്യാൽ അവളുടെ അരഞ്ഞാണത്തിലൊന്ന് തിരുത്തു വലിച്ചു. അവൾ അവൻ്റെ കഴുത്തിൽ നിന്ന് പല്ലുകൾ അടർത്തി മാറ്റിക്കൊണ്ട് അവൻ്റെ ഇറുകി അടച്ച കണ്ണുകളിലൊന്ന് ഊതിയതും ദേവ അവളെ കണ്ണുകൾ തുറന്നുകൊണ്ട് നോക്കി. അവൾ ഒരു ചിരിയോടെ അവൻ്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് കിടന്നു. ഇപ്പോഴും അവൻ്റെ കൈവിരലുകൾ അവളുടെ ഹിപ്പ് ചെയിനിൽ പിടിമുറുക്കി തന്നെയാണ് ഇരിക്കുന്നത്. ജാൻകി, നമുക്ക് പോയാലോ? അവനവളുടെ ഇടുപ്പിൽ നിന്ന് കൈകൾ മാറ്റാതെ തന്നെ അവളോടായി പറഞ്ഞു. സമയമായില്ലല്ലേ CP? അവൾ തന്നെ നെറ്റിയിൽ നിന്ന് നെറ്റി മാറ്റാതെ തന്നെ അവനുള്ള ഉത്തരം നൽകി. അതെ, സമയാവുന്ന നോക്കിയെന്നാലേ കാര്യങ്ങൾ കൈവിട്ടു, അത് ശരിയാവില്ല. അവനവളുടെ ഹിപ്പ് ചെയിനിൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ അതിനൊന്ന് ചിരിച്ചു. ശേഷം അവൻ്റെ ദേഹത്ത് നിന്ന് എഴുന്നേറ്റ് മാറാനൊരുങ്ങിയതും അവൻ അവളിലെ പിടിമുറുക്കി. അതറിയെ അവൾ അവൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ ഉറ്റുനോക്കി. ഗിവ് മീ സം മോർ ടൈംസ്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പറന്നു വരാം. അതിരുകളില്ലാതെ പറക്കാൻ നമുക്ക്. ലൈക്ക് ബേഡ്സ്. അവനോട് അധരങ്ങളിൽ തള്ളവിരൽ കൊണ്ട് തലോടി പറഞ്ഞതും അവൾ അതിനൊരു ചിരി സമ്മാനിച്ചു. പെട്ടെന്നാണ് മിന്നലോടുകൂടി ശക്തിയിലൊരു ഇടിവെട്ടിയത്. അവളുടെ ശ്രദ്ധ തുറന്നു കിടക്കുന്ന ജനലിന് പുറത്തേക്കായി. ഇന്ന് പോകാൻ പറ്റും തോന്നില്ലേ CP? നല്ല മഴയാ പുറത്ത്. അവൾ പറഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്കായി തലയയച്ചു. അവനെന്താ, വി വിൽ ഗോ, എഴുന്നേൽക്ക്. അവൻ എഴുന്നേൽക്കാൻ അങ്ങോട്ട് പറഞ്ഞു. വേണ്ട, മഴ മാത്രമല്ല നല്ല ഇടിമിന്നലുണ്ട്. നമുക്കത് മാറണമെങ്കിൽ പോയാൽ CP, അല്ലെങ്കിൽ നാളെ പോവാം. ആർ യു ഷുവർ? അവൾ മൂളിക്കൊണ്ട് അവൻ ഇറുകിയപ്പോഴൊന്നു. നല്ല തണുപ്പ് അല്ലേ CP? CPക്ക് തണുക്കുന്നുണ്ടോ? ഏയ്, എനിക്ക് നല്ല ചൂടാണല്ലോ. എന്നിട്ട് അവനവളുടെ ടോപ്പിനുള്ളിലൂടെ മുതുകിന് മുകളിലേക്ക് വിരലുകൾ ഓടിച്ചുകൊണ്ട് അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അവളൊന്ന് കുറുകിക്കൊണ്ട് അവനിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു. ഇന്ന് പോവേണ്ടെന്ന് ഉറപ്പാണ്? അവനോട് പുറത്തുകൂടെ ഇഴച്ചുകൊണ്ടിരുന്ന കൈകൾ മുന്നോട്ട് നീക്കാനാവാതെ ചോദിച്ചു. ഈ മഴയത്ത് പോകണ്ട, മാറണി നമുക്ക് പോവാം. അവൾ അവൻ്റെ നെഞ്ചിൽ വൃത്തം വരച്ചുകൊണ്ട് അവനുള്ള മറുപടി നൽകി. ദെൻ ഗോ ആൻഡ് ചേഞ്ച് ദിസ്. അവനുള്ളിലെ പിടിയച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവനെ സംശയത്തോടെ മുഖമുയർത്തി നോക്കി. ഈ രാത്രി എന്തിനാ ഇതും വലിച്ചേറ്റി കിടക്കുന്നത്? പോയി ലൂസായതാവത് പോട്ടിട്ട് വാ പൊണ്ടാട്ടി. എന്നൊക്കെ എനിക്ക് ശരിക്ക് പാക്കണം. ഇതൊക്കെ മുന്നാടി പാത്തതുപോലെ കിടയാത് പുതുസാ എല്ലാമേ പാക്കണം. വെക്കോ, എനിക്ക് ரொம்ப പിടിച്ചു പോച്ച് ചെല്ലാം. മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഈ ഡ്രസ്സ് ലൂസാണല്ലോ. അവൾ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു. ഏയ് പ്രിൻസസ്, ഗോ ആൻഡ് ചേഞ്ച് ഇറ്റ്. അവനവളുടെ പിൻതലയിൽ പിടിച്ച ആ മുഖം തനിക്കരികിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു. അവൾ മറുത്തൊന്നും പറയാതെ അവൻ്റെ ദേഹത്ത് നിന്ന് എഴുന്നേറ്റ് താഴേക്കിറങ്ങി കബോർഡിന് നേരെ നടന്നു. ശേഷം അതിൽ നിന്നൊരു വൈറ്റ് കളർ നീ ലെങ്ത് ഫ്രോക്ക് എടുത്തുകൊണ്ട് അവന് നോക്കി. ഹെയർ ഡ്രസ്സിലേക്ക് ചാരി തന്നെ നോക്കി കിടക്കുന്നുണ്ട് ആള്. അവൾ കയ്യിലുള്ള ആ ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് കയറി. അല്പസമയത്തിനകം അവൾ പുറത്തേക്ക് ഇറങ്ങി. വൈറ്റ് കളർ ഷോൾഡർ നോട്ട് വരുന്ന ഒരു മുട്ടിന് മേൽ നിൽക്കുന്ന ലൂസ് ഫ്രോക്കാണ് അവളുടെ വേഷം. അവൾ അവന് നേരെ നടന്നെടുത്തതും അവളിൽ പതിഞ്ഞു പോയ മിഴികൾ പിൻവലിക്കാതെ അവൻ അവളെ തന്നെ നോക്കി കിടന്നുപോയി. അവൾ തനിക്കടുത്തേക്ക് എത്തിയതും അവൻ അവൾക്കായി കൈകൾ വിരിച്ചു പിടിച്ചു. അവളൊരു ചിരിയോടെ അവന് മുകളിലേക്ക് കയറി കിടന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. അവളുടെ മേനി തന്നിൽ അമർന്നതും അവൻ തൻ്റെ കണ്ണുകളൊന്ന് ഇറുകെ മൂടിക്കൊണ്ട് അവളുടെ അഴിഞ്ഞുലഞ്ഞു കിടന്ന മുടിയിലൂടെ വിരലോടിച്ചു. ഏയ് പ്രിൻസസ്, യു ആർ സോ സ്ക്വീഷി. അവനവളെ ഞെക്കി പൊട്ടിക്കും പോലെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളൊന്ന് കുറുകി. ഹോൾഡ് മീ പ്രിൻസസ്, ഐ നീഡ് യുവർ ഹഗ് വെരി ടൈറ്റ്ലി. അവൻ അവളോടായി പറഞ്ഞതും അവൾ അവനെ മുറുകെ ചുറ്റി പിടിച്ചുകൊണ്ട് മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. അവൻ്റെ കൈകൾ അവളുടെ പുറത്തുകൂടെ ഓടി നടന്നു. അവൾ അവൻ്റെ കവിളിൽ കൈവച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടിനെ നേർക്ക് അവളുടെ ചുണ്ടുകൾ കൊണ്ടുവന്നുകൊണ്ട് അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. വൺ കിസ് വൺ കിൽ യുവർ പ്രൈഡ് മിസ്റ്റർ ACP.
അത് കേട്ടതാണെന്ന് ചിരിച്ചു. ശേഷം അവളുടെ ചുണ്ടുകളിലൂടെയും തള്ളവിരൽ ഓടിച്ചുകൊണ്ട് അവയുടെ മൃദുത്വം അറിഞ്ഞുകൊണ്ടിരുന്നു. Now you want a kiss, am I right? അവനവളുടെ ചുണ്ടുകളിൽ നിന്ന് കൈമാറ്റാതെ അവ 2 വിരലുകളാൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. യെസ്. അവൾ പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം പറഞ്ഞു. അടുത്ത നിമിഷം അവൻ അവളെ തനിക്ക് മുകളിൽ നിന്ന് ബെഡിലേക്ക് തള്ളിയിട്ട് അവൾക്ക് മുകളിലായി അമർന്നു. അവൾ അവനിൽ തന്നെ കണ്ണുകൾ പതിപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ്റെ അടുത്ത നീക്കത്തിനായി കാത്തിരുന്നു. അവൻ അവളിലേക്ക് മുഖം താഴ്ത്തി അവളുടെ തൂനെറ്റിയിൽ അവൻ്റെ സ്നേഹം അത്രയും നിറച്ചുകൊണ്ട് ഒരു ചുംബനം നൽകി. ഒരു പുരുഷൻ അവൻ്റെ പാതിക്ക് കൈമാറാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ചുംബനം. അത് നെറ്റിയിലുള്ള ചുംബനമാണ്. എ ഫോർഹെഡ് കിസ് ക്യാൻ സ്പീക്ക് സംടൈംസ്. അവൻ്റെ സ്നേഹം അത്രയും ആ ചുംബനം അവൾക്ക് കൈമാറിയ നിമിഷം അതിൻ്റെ നിർവൃതിയിൽ അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു. ഒട്ടൊരു നിമിഷം ആ ചുണ്ടുകൾ അവിടെ പതിഞ്ഞിരുന്നു. അല്പസമയത്തിനകം അവൻ അവളിൽ നിന്ന് ചുണ്ടുകൾ അടർത്തി മാറ്റിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി. തനിക്ക് കീഴിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്നവളെ കണ്ടതും അവൻ അവളുടെ 2 കണ്ണുകളിലും ഒന്ന് ചുംബിച്ച് പതിയെ മാറി. എന്നിട്ടും അവൾ കണ്ണു തുറക്കുന്നില്ലെന്ന് കണ്ടതും അവൻ അവളുടെ മിഴികളിലേക്കൊന്നൂതി. അടുത്ത നിമിഷം അവൾ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി. അവൾ നോക്കിയ ആ നിമിഷം തന്നെ അവൻ അവളുമായി ഒന്ന് ഉരുണ്ടവളെ തന്നെ മുകളിലേക്ക് കിടത്തി. Now it's your turn, baby. Come on, give me a kiss, princess. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വശ്യമായ ചിരിയോടെ പറഞ്ഞു. അവളൊരു ചിരിയോടെ അവൻ്റെ നെറ്റിയിൽ മുത്തമിടാൻ ആഞ്ഞതും അവൻ അവളെ തടഞ്ഞു. ഏയ്, not there. I want my kiss in here. അവനവനെ നഗ്നമായ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ അവനെ നോക്കി നാണത്തോടെ ചിരിച്ചുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ വിരിമാറിൽ മുഖം അമർത്തി കിടന്നു. I want it, princess. അവനവളുടെ തലയിലൂടെ തഴുകിക്കൊണ്ടൊരു കള്ളച്ചിരിയോടെ പറഞ്ഞതും ചുണ്ടിൽ വിരിഞ്ഞ ചിരിയെ മറക്കാനെന്നോണം അവൾ അവൻ്റെ നെഞ്ചിൽ തൻ്റെ ദന്തങ്ങൾ ആഴ്ത്തിയിരുന്നു. ഹായ് പ്രിയമുള്ളവരെ, നമ്മുടെ വെബ്സൈറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ജസ്റ്റ് www.shahulmalay.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറാം. ഏകദേശം 10,000-ൽ പരം സ്റ്റോറികളുണ്ട്. നമ്മുടെ 6 ചാനലുകളിലും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കഥകളും നിങ്ങൾക്ക് ഒരേ സമയം കേൾക്കാൻ പറ്റും വെബ്സൈറ്റിൽ കയറിയാൽ. അതോടൊപ്പം നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്ത അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഒഴിവാക്കിയ പല സ്റ്റോറീസും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. ഷാഹുൽ ടോക്ക് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടിയുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് സന്ദർശിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വെബ്സൈറ്റ് ഒന്ന് പോകുക. അതിൽ നിന്ന് ചെയ്യേണ്ടത് ജസ്റ്റ് shahulmalay.com എന്ന് അടിച്ചാൽ മതി. ഗൂഗിളിൽ ഫസ്റ്റ് ലഭിക്കുന്ന നമ്മുടെ വെബ്സൈറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകൾ മറ്റൊരാൾ എഴുതി തയ്യാറാക്കിയ കഥ എൻ്റെ ഇമോഷനോടുകൂടി ഞാൻ അവതരിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് എനിക്ക് നിങ്ങളോട് മനസ്സ് തുറക്കാനുള്ള ഒരിടം കൂടിയാണ് ഷാഹുൽ ടോക്ക്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഇങ്ങനെ ഡബ് ചെയ്യുമ്പോൾ പുറത്ത് ഭയങ്കര മഴ പെയ്യുകയാണ്. ശരിക്കൊരു ഇഷ്ടം പോലെ കേൾക്കാനുള്ളൊരു സുവർണാവസരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വെബ്സൈറ്റ് സന്ദർശിക്കുക. കഥകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥകൾ സെലക്ട് ചെയ്യാം. ഒപ്പം എന്നെക്കുറിച്ചറിയാൻ ഞാൻ എങ്ങനെയാണ് ഒരു ഡബിങ് ആർട്ടിസ്റ്റായിട്ട് മാറിയത്, എങ്ങനെയൊക്കെയാണ് കഥ പറയുന്നത്, നേരത്തെ ചെയ്തു വെക്കുന്നതാണോ, എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ, ടോട്ടലി നമ്മുടെ കഥയെക്കുറിച്ചും ഇതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഒരു ഓഡിയോ ടോക്ക് ഉണ്ട്, ഷാഹുൽ ടോക്ക്. അപ്പോൾ അതും നിങ്ങൾക്കുടനെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വെബ്സൈറ്റിൽ പോയിട്ട് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകൾ തപ്പി നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ബന്ധപ്പെടാം. അപ്പോൾ നിങ്ങളുടെ കഥകളെല്ലാം ഒരൊറ്റ കുടക്കീയിൽ ഒരൊറ്റ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ആരും മറക്കരുത്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. Signing out. Shahul Malay. Love you.